തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അവഗണനയിൽ ലീഗിന് അമർഷം. തെക്കൻ കേരളത്തിൽ ആവശ്യപ്പെട്ട സീറ്റുകൾ നൽകാതെ ലീഗിനെ അവഗണിച്ചു. കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് ലീഗിനെ തഴഞ്ഞത്. സാദിഖ് അലി തങ്ങൾ ആവശ്യപ്പെട്ടിട്ടും കോൺഗ്രസ് അവഗണിച്ചതിൽ ലീഗിന് പ്രതിഷേധം. മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ നേരിട്ട് ആവശ്യപ്പെട്ടിട്ട് പോലും തെക്കൻ കേരളത്തിൽ ലീഗിന് മതിയായ സീറ്റുകൾ നൽകാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ലീഗ് നേതാക്കൾ ഉയർത്തിയിരിക്കുന്നത്. ലീഗിന് പരാതിയുണ്ടെന്നും അവസാന നിമിഷം അതെല്ലാം പരിഹരിക്കപ്പെടും എന്നുമായിരുന്നു സാദിഖ് അലി തങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. തെക്കൻ മേഖലയിൽ പരാതിയില്ല എന്ന് ഞാൻ പറയുന്നില്ല. തെക്കൻ മേഖലയിൽ മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗിനും ഇവിടെ അർഹതപ്പെട്ട സീറ്റുകൾ ലഭിക്കേണ്ടതാണ്. പക്ഷേ അതിൻ്റെയൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്തിമ ഘട്ടത്തിൽ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന് അർഹതപ്പെട്ട സീറ്റുകൾ ജില്ലാ പഞ്ചായത്തിലേക്കായാലും മറ്റ് ബ്ലോക്കിലും സാധാരണ ഗ്രാമപഞ്ചായത്തിലേക്കായാലും ഒക്കെ തന്നെ അതൊക്കെ സജീവമായിട്ടുള്ള ചർച്ച നടക്കുന്നു. എന്നാൽ സാദിഖ് അലി തങ്ങളുടെ വാക്കുകൾക്ക് കോൺഗ്രസ് നേതൃത്വം ഒരു വിലയും കൽപ്പിച്ചില്ല. ആലപ്പുഴയിൽ ജില്ലാ പഞ്ചായത്തിൽ ഒരു സീറ്റ് പോലും നൽകിയില്ല. ഇതിൽ പ്രതിഷേധിച്ച് അമ്പലപ്പുഴയിൽ MSF നേതാവ് റിബലായി മത്സരിക്കുന്നു. പത്തനംതിട്ടയിലും ഇടുക്കിയിലും സീറ്റില്ല. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ മുണ്ടക്കയം, എരുമേലി സീറ്റുകളാണ് ലീഗ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഇത് രണ്ടും നൽകാതെ വൈക്കം നൽകി. വൈക്കത്ത് മത്സരിപ്പിക്കാൻ ലീഗിന് ആളെ കിട്ടാതായതോടെ ആ സീറ്റ് കോൺഗ്രസ് തിരിച്ചു വാങ്ങി. കൊല്ലത്ത് അഞ്ചൽ ഡിവിഷൻ ലീഗിന് നൽകുകയും പ്രാദേശിക കോൺഗ്രസ് നേതാക്കളെ സ്ഥാനാർത്ഥിക്കെതിരെ രംഗത്തിറക്കി ലീഗിനെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തു. കോൺഗ്രസിന്റെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായ വിമർശനമാണ് ലീഗ് നേതാക്കൾ ഉയർത്തുന്നത്. ക്രൈസ്തവ നായർ വോട്ടുകൾ നഷ്ടമാകുമെന്ന ഭീതിയിലാണ് കോൺഗ്രസ് തെക്കൻ കേരളത്തിൽ തങ്ങളെ അവഗണിക്കുന്നത് എന്നാണ് ലീഗിന്റെ പരാതി. PV കുട്ടൻ, കോഴിക്കോട്.